നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഹരിവംശ പുരാണത്തിന്റെ രണ്ടാമത്തെ ഉപപർവത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഉപപർവമായ ഹരിവംശം നമ്മൾ കേട്ടു. രണ്ടാമത്തെ ഉപപർവം വിഷ്ണുപർവം എന്നാണ് അതിൻ്റെ പേര്. ആരംഭിക്കുകയാണ്. ഇത് 128 അധ്യായങ്ങളിലായിട്ട് പ്രധാനമായും കൃഷ്ണകഥകൾ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കൃഷ്ണകഥകളിലൊക്കെ ഭൂരിപക്ഷ ആളും കേട്ട് മനസ്സിലാക്കിയുള്ള കഥകളിൽ നിന്ന് പലതിക്കലും വ്യത്യാസങ്ങളുണ്ട്. സിദ്ധമായിട്ട് ഭാഗവത പുരാണത്തിൽ ദശമസ്കന്ധത്തിലാണ് കൃഷ്ണചരിതങ്ങൾ വളരെ ദീർഘമായി പറഞ്ഞിട്ടുള്ളത്. ആ കഥകളൊക്കെയാണ് സാമാന്യമായിട്ട് അറിയുകയും ചെയ്യുക. അതിൽ നിന്നൊക്കെ കുറേ വ്യത്യാസമുള്ള രീതിയിലാണ് ഇവിടെ കഥാകഥനം. നമുക്കത് നോക്കാം. അപ്പോൾ ഈ വ്യത്യാസം ഇപ്പോൾ മനസ്സിൽ ഓർമ്മിക്കുക. കാരണം ചിലപ്പോൾ നമുക്കത്ര സുഖകരമായി തോന്നുന്ന രീതിയിലല്ല ഈ കഥ പോകുന്നത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ആഖ്യാന രീതിയൊക്കെ നോക്കിയാൽ ഭാഗവത്തിലതുപോലെ അത്ര രസപ്രദമായ രീതിയിലല്ല. അത്ര ചാരുതയോ കാവ്യാത്മകതയോ ഒന്നും ഇവിടെ കാണാനില്ല. പക്ഷെ നമ്മളത് പഠിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് അത് കേൾക്കുക അത്രയേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു രസകരമായി പറഞ്ഞു പോകാന്നൊക്കെ ഒന്നും അല്ല അതിൻ്റെ സംവിധാനക്രമം. അങ്ങനെ തോന്നുന്നത് കുറേയൊക്കെ നമ്മൾ ഭാഗവതം കേട്ട് ആദ്യമേ പരിചയിക്കുകയൊക്കെ ചെയ്യും. ഭാഗവതം കേൾക്കാനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലുള്ളത്. ഹരിവംശമൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കാൻ വളരെ പ്രയാസം തന്നെയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ചെറിയൊരു വൈരസ് ചില സമയത്ത് തോന്നിയെന്ന് വരാം. അത് പിന്നെ നിവൃത്തിയില്ലാത്ത കാര്യമാണ്. എന്തായാലും അത് തുടങ്ങാം. വിഷ്ണുപർവത്തിലെ 4 അധ്യായം കൊണ്ടാണ് കൃഷ്ണാവതാരം വിവരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ വിവരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, ദേവന്മാരൊക്കെ കൂടിയിട്ട് മേരു പർവ്വതത്തിൽ വെച്ചിട്ട് ആലോചിച്ചു. ദേവന്മാരൊക്കെ തങ്ങളുടെ അംശങ്ങളായിട്ട് ഭൂമിയിൽ പല ദിക്കിലും ചെന്ന് അവതരിക്കണം. അതിനാണ് അംശാവതാരം എന്ന് പറയുന്നത്. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തു. വിഷ്ണു ആകട്ടെ താൻ വസുദേവപുത്രനായി ദേവകിയിൽ അവതരിക്കാമെന്ന് ദേവന്മാരോട് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ അവസാനിപ്പിച്ചത്. വിഷ്ണുപർവത്തിൻ്റെ ആദ്യത്തിലുള്ളത് ഈ കഥകളൊക്കെ അറിയുന്ന നാരദൻ ഭഗവാൻ അവതരിക്കാറായെന്ന് പറഞ്ഞപ്പോൾ കംസൻ്റെ അടുത്ത് ചെയ്യുന്നു. മധുരാപുരി ചെന്നിട്ട് കംസനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയി. നാരദന് ഈ കലഹപ്രിയൻ എന്നുള്ള പേരൊക്കെ പ്രസിദ്ധമാണല്ലോ. അദ്ദേഹത്തിന് അതൊക്കെ ഇഷ്ടമാണ്, യുദ്ധങ്ങൾ ഇഷ്ടമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും കാര്യങ്ങൾ വേഗം നടക്കട്ടെ എന്നുള്ള മട്ടിലെ നാരദൻ കംസൻ്റെ അടുത്ത് ചെന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ആദ്യ ഭാഗത്ത്. അറിഞ്ഞു വിഷ്ണു ദേവാംശങ്ങളും ഭൂമി കഥായി കംസന് നാരദൻ നാശം ചൊൽവാൻ മധുരഭൂഹിനൻ. കംസന് നാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിൽ സന്തോഷമുള്ളതുകൊണ്ടുള്ള ആളാണ്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയതാണ്. വിൺവിട്ടിറങ്ങി മധുരപ്പൂങ്കാവിൽ ചെന്നു നിന്നവൻ ഉഗ്രസേന ജനാം കംസൻ ആളെ വിട്ടുടൻ താൻ മധുരാപുരി ചെന്നു. രാജത്തുള്ള ആളാണല്ലോ കംസൻ. അപ്പോൾ നേരിട്ടൊക്കെ ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തോട് താൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ ആൾക്കാരെ പറഞ്ഞയച്ചു. അവർ ഇന്ന് കംസനോട് നാരദൻ്റെ ആഗമനം അറിയിച്ചു. കംസൻ പുറത്തു വന്നിട്ട് കേമായിട്ട് തേജസ്സുള്ളവനായി ഋഷിയെ ആദരിച്ചു. തേജസ്സാൽ അഗ്നിസമനെ വപുസ്സാൽ സൂര്യഭാസിനെ ആ മഹർഷിക്ക് കുമ്പിട്ടു വിധിക്ക് അർച്ചിച്ചതായവൻ. വിധിപ്രകാരം അതികളെ സ്വീകരിക്കാനുള്ള ആർഷമായ ചില സമ്പ്രദായങ്ങൾ അനുസരിച്ചൊക്കെ ചെയ്തു. അങ്ങനെ സുഖമായിരിക്കുന്ന സമയത്ത് നാരദൻ പറഞ്ഞു, അല്ലയോ കംസ, ഞാൻ പല ദിക്കിലും നിരന്തരം സഞ്ചരിക്കുന്ന ആളാണെന്ന് എനിക്കറിയാലോ. ഞാനിപ്പോൾ ധർമാതി ദിവ്യലോകങ്ങളെ ഒക്കെ ചുറ്റി നടന്നു. ഞാൻ മുറ്റും തീർത്ഥത്തിവാനോരൊത്ത് ആറാടി പുഴതോറുമേ ധാരയായി ത്രിപഥകയാകും ആ ഗംഗ കണ്ടു ഞാൻ. 3ആയിട്ട് ഒഴുകുന്ന ആ ഗംഗ കൊണ്ടാണ് ത്രിപഥക എന്ന് പറയുന്നത്. ആ ഗംഗയെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് മേരുപർവ്വതത്തിൽ പോയി എന്നിങ്ങനെ പറയാൻ. ആ മേരുപർവ്വതത്തിൽ വെച്ചിട്ട് ബ്രഹ്മാവിൻ്റെയൊക്കെ അധ്യക്ഷതയിൽ ദേവന്മാരുടെയൊക്കെ വലിയ ഒരു സദസ്സുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഒരു കാര്യം അറിഞ്ഞു എന്ന് പറയാൻ. ഞാനൊരിക്കൽ ദേവന്മാർ കൂടും മേരു ശിരസിലായി വീണ കയ്യിലെടുത്തും കൊണ്ടെത്തി ബ്രഹ്മസദസ്സിലും
അതിൽ വെള്ളത്തലപ്പാവും നാനാരത്ന വിഭൂഷയും ചാർത്തി ദിവ്യാസനം വാണു കണ്ടൻ ബ്രഹ്മാതി വിണ്ണരേ. മുഖ്യമായിട്ടുള്ള അലങ്കാരങ്ങൾ ബ്രഹ്മാവുള്ള അതിൽ അധ്യക്ഷ സ്ഥാനത്തുള്ള അവരിങ്ങനെ എന്തോ ഒരു ആലോചന നടത്തുകയാണ്. അത് മന്ത്രിക്കുന്നതിൽ നിന്നിട്ട് കേട്ടു ഞാൻ അവിടെ നിന്നിട്ട് അത് കേട്ടു. അപ്പോൾ നാരദൻ ആ സദസ്സിലൊരു അംഗമാണ് നല്ല നാരദൻ പറഞ്ഞത്. ഞാനത് കേട്ടു എന്നാണ്. നാരദനിങ്ങനെ ഒളിഞ്ഞു നോട്ടക്കാരനാണെന്നും കൃഷ്ണ പറയുന്നവനാണെന്നൊക്കെയുള്ള കഥ പല പുരാണങ്ങളിലുണ്ട്. ഇറ്റലിയിൽ ഒരു എന്ന പേരിലൊരു നോവൽ ഉണ്ടായിരുന്നു. കഥ പ്രജാപതിയിലാണ്. ആ നോവലിസ്റ്റിൻ്റെ പേരെന്നോട് മറന്നുപോയി. അദ്ദേഹം പറയുന്നുണ്ട് നാരദനെ കുറിച്ചൊരു പരാമർശം ഉണ്ട് ആ നോവലിൽ. അവിടെ പറയുന്നത് നാരദൻ ഈ ഒളിഞ്ഞു നോട്ടക്കാരനാണെന്നൊരു പരാമർശം. അപ്പോൾ ഇവിടെ അദ്ദേഹം സദസ്സിൽ അംഗമാണെന്ന് പറയുന്നില്ല, അദ്ദേഹം അത് കേട്ടു എന്നാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കേട്ടു എന്നാണ്. വാനോരവിടെ മന്ത്രിക്കുന്ന അതിൽ നിന്നിട്ട് കേട്ടു ഞാൻ കൂട്ടക്കാരൊത്ത അങ്ങയുടെ വധോപായം സുധാരണം. എന്താണ് കേട്ടതല്ലേ ഹംസ? നിന്നെയും കൂട്ടാളികളൊക്കെ എങ്ങനെയും വധിക്കാനുള്ള സൗകര്യം എന്താണ്, വധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് അതിനോട് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ എന്താണ് ചെയ്യുക? ഈ ദേവകിയുടെ 8ാമത്തെ ഗർഭത്തിൽ ആ ഭഗവാൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് ഇങ്ങനെ വധിക്കും എന്ന് പറഞ്ഞിട്ട് പരൻ രഹസ്യം വാനോർക്ക് ആയവൻ നിൻ മൃത്യുവായി വരും. എപ്പോഴും ദേവന്മാർക്ക് ആശ്രയമായിരിക്കുന്നത് വിഷ്ണുവാണ് നിനക്ക് അന്തകനായിട്ട് പിറക്കാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആ ദേവിയുടെ ഗർഭത്തിൽ ജനിക്കാവുന്ന കുട്ടികളൊക്കെ വധിക്കൂ എന്ന് ഉപദേശിച്ചു. ദേവകീ ഗർഭനാശത്തിൽ യത്നം ചെയ്യുക കംസനീ. കുറച്ച് വ്യത്യാസം. ഭാഗവത്തിലുള്ളത് 6 കുട്ടികളെ പ്രസവിച്ചതിന് ശേഷമാണ്. അവരൊന്നും കംസൻ ആദ്യത്തിൽ കൊന്നില്ല. എനിക്ക് 8ാമത്തെ പുത്രനെ കൊണ്ടാണല്ലോ ആത്മനാശം ഉണ്ടാവുക എന്ന് വിചാരിച്ച് കൊന്നില്ല എന്നൊക്കെ. ഭാഗവത്തിലായിട്ട് ഇങ്ങനെ നാരദൻ എന്ന് പറഞ്ഞ് അറിഞ്ഞു എന്നല്ല. ദേവകിയുടെ വിവാഹ സമയത്ത് ഘോഷയാത്രയായി ദേവകിയുടെ തേര് തെളിക്കുന്നവനായതുകൊണ്ട് കംസൻ ആ ഘോഷയാത്രയുടെ ഭാഗമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ആകാശവാണിയായിട്ട്, അതായത് അശരീരിയായിട്ടൊരു വാക്യം കേട്ടു എന്നൊക്കെയാണ് ഭാഗവതത്തിലുള്ളത്. ഇവിടെ കംസൻ ചെന്ന് ഈ നാരദൻ എന്ന് പറഞ്ഞു എന്നാണ്. നാരദൻ എന്ന് പറയുന്നതായിട്ടൊക്കെ ഭാഗവത്തിലുണ്ട്. പക്ഷെ അത് ഈ 6 കുട്ടികൾ, ആദ്യമുള്ള 6 കുട്ടികളെ നശിപ്പിക്കണമെന്ന് ഉപദേശിച്ചു കൊടുക്കായിരുന്നു. ഇവിടെ ഇതിനൊക്കെ കുറച്ച് വ്യത്യാസങ്ങളോടെയാണ് കാര്യം പറയുന്നത്. അതായത് നീ അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നോ നാരദൻ പോകെ അവൻ്റെ മൊഴി ഓർത്തവൻ പല്ല് കാണിച്ചുച്ചമായി ചിരിച്ചു കംസനുട്ടിട. കംസൻ പക്ഷേ ഈ നാരദൻ്റെ വാക്ക് വിട്ട് ഭയന്നു പോയി എന്നല്ല ഇവിടെ പറയുന്നത്. അദ്ദേഹം ചിരിച്ചു എന്നാണ്. അങ്ങനെ പരിഹാസമായിട്ട് തോന്നിയതാണ്. ഏതായാലും ഈ യുദ്ധം വന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ടല്ല ഞാൻ ചെയ്തോളാം. ഇവരൊക്കെ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ദേവാദികൾക്കൊന്നും എന്നെ ഒരു യുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള മട്ടുകാരനാണ്. ഏതായാലും തൻ്റെ അനുയായികളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ആ നാരദൻ വന്നിട്ട് ഇപ്പോൾ പറഞ്ഞ ഇതാണ്, നമുക്ക് ഗർഭങ്ങൾ വഴി ഭയമെന്നോതി നാരദൻ. ഞാൻ പക്ഷെ അതിനൊന്നും അത്ര കൂട്ടാകുന്നില്ല. ഈ ദേവന്മാരെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയാണ്. മോദിക്കുവിൻ നിങ്ങളെല്ലാം കാമം പോലല്ലല്ലെന്നിയേ നിങ്ങൾക്കില്ല നാഥനഞ്ഞാനുള്ളപ്പോൾ ദേവരാൽ ഭയം. കംസനെ കൊല്ലുന്ന മാത്രമല്ലല്ലോ നാരദൻ പറഞ്ഞത്, കംസൻ്റെ കൂട്ടാളികളെ കൊല്ലുന്നത് സൂചിപ്പിച്ച ശേഷം കംസൻ പറയാണ്, ഇതൊന്നും കേട്ട് നിങ്ങൾ ഭയപ്പെടുന്നു വേണ്ട. ഞാനുള്ളപ്പോൾ നിങ്ങളുടെ ജീവനിൽ ഭയം ഉണ്ടാവില്ല. ഈ നാരദൻ സ്വതേ തന്നെ ഒരു കലഹപ്രിയനാണ്. അയാൾക്ക് ഇതൊരു രസമാണ്, അതുകൊണ്ട് പറഞ്ഞു വായിക്കാന്നാണ്. നിങ്ങൾക്കില്ല അതുകൊണ്ട് കേളിയിലോലൻ വിപ്രനവൻ നാരദൻ ഭേദശീലനം. ആൾക്കാർ തമ്മിൽ പണക്കുന്നതിൽ കലഹം ഉണ്ടാക്കിയതിനൊക്കെ സമർത്ഥനായിരിക്കുന്ന ആളാണ് ഈ നാരദൻ. ചൊറിയൂട്ടിക്കൊണ്ടുലകിലെന്നും ചുറ്റുന്നു ചഞ്ചലൻ. ആളുടെ തമ്മിൽ ഇണക്കുത്തുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലാന്നൊക്കെ അവരോട് പറഞ്ഞു. കരുതാൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യുകയും ചെയ്തതാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ചൊടിച്ച അജ്ഞാപിച്ചിതവൻ ഹിതം കൊള്ളും അമാത്യരെ. മന്ത്രിമാരൊക്കെ വിളിച്ച് പറഞ്ഞു, എന്തായാലും ദേവകിയുടെ നിലയ്ക്ക് ദേവകിയുടെ ഗർഭത്തിലാണ് കുട്ടികളെ വളരെ സൂക്ഷിക്കണം, ഓരോരോ ഗർഭകാലവും സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നാണോ പ്രസവിക്കുന്നത് അന്ന് തന്നെ കൊന്നു കളയണം ദേവീൻ്റെ കുട്ടികളെ. 1-ാം നാൾ തന്നെ കൊല്ലേണം ആ ഗർഭങ്ങളെയൊക്കെയും. ശങ്കയുള്ള ഒരനർത്ഥത്തെ വേരോടെ താനറുക്കണം. ഒരു പരീക്ഷണത്തിനും വിട്ടുകൊടുക്കരുത്. നമ്മുടെ ജീവൻ്റെ കാര്യത്തിൽ വെറുതെ പരീക്ഷിക്കാനും 8ാമത്തെ ആളെ കൊല്ലുള്ളൂ എന്ന് വിചാരിച്ചിട്ട് 8ാമത്തെ വരെയുള്ള പുത്രനൊക്കെ രക്ഷിച്ചു കളയാം, അതുവരെ അവർ ജീവിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഇത് നല്ല ഭാഗവത്തുള്ളത്. 6 ആളെ അന്നേരം കൊന്നില്ല. ഇവിടുത്തെ നാരദൻ്റെ പ്രേരണപ്രകാരം ആണ്
6 പുത്രന്മാർ ഒരുമിച്ച് കൊന്നു എന്നൊക്കെയാണ് ഭാഗവതാദി പുരാണങ്ങളിലുള്ളത്. ഏതായാലും പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രച്ഛന്മാർ കാത്തുകൊണ്ടു ഗൃഹത്തിൽ ദേവകി സ്വൈരഞ്ജലിക്കാം വിശ്രദ്ധം ഗർഭകാലത്തു കാക്കണം. തീണ്ടാരി തൊട്ട് മാസങ്ങൾ എൻ്റെ പെണ്ണുങ്ങൾ എണ്ണണം. ഗർഭത്തിൻ പരിണാമത്തിൽ മേൽ വേണ്ടുന്ന കൺമുഖം. പെണ്ണുങ്ങളുള്ളിടത്തൊക്കെ സൂക്ഷിക്ക വസുദേവനെ. അതുകൊണ്ട് കംസന്റെ അനുയായികളായ സ്ത്രീകൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ. ഇങ്ങനെ നിങ്ങൾ ചെയ്യാം. നന്നായി ചെയ്യും കർമ്മ മന്ത്ര ഔഷധ യോഗങ്ങളാലഹോ. നന്നായി ചെയ്യും മന്ത്രകർമ്മ ഔഷധി യോഗങ്ങളാലഹോ. അനുകൂല പ്രയത്നത്താൽ ദൈവവും നേരെയായിടും. വിധിയാണെന്ന് വിചാരത്തിലൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മളെ ബുദ്ധിക്കും കഴിവിനും ഒക്കെ അനുസരിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്താൽ ദൈവത്തെ പോലും മറികടക്കാനാണ്. വിധിയെ പോലും മറികടക്കാൻ, വിധി എന്നുള്ളതിലാണ് അവിടെ ദൈവം എന്ന് പറയുന്നത്. അതൊക്കെ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടതായ ശക്തം കിട്ടി. ഇങ്ങനെ ദേവകീ ഗർഭനാശത്തിനേവം കംസൻ തുനിഞ്ഞവൻ. പേടിച്ചു മന്ത്രിച്ചു കാര്യം നാരദർ കേട്ടറിഞ്ഞവൻ. നേരത്തെ അനുയായികളോട് പറയുമ്പോൾ ഇവർ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ ഭയപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിൽ ഈ കംസന് ഭയമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് വിചാരിക്കുമ്പോൾ മറഞ്ഞു നിന്നിടും വിഷ്ണ ചിന്ത ചെയ്ത് വീര്യവാൻ ദേവകി ഗർഭമങ്ങേടും ഭോജപുത്രൻ മതിച്ചിടും. ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് വിഷ്ണു ആകട്ടെ നിദ്രാദേവിയെ, നിദ്രയച്ച ഒരു മായ സ്വരൂപം തന്നെയാണ്, ആ ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ആ ദേവകി ഗർഭത്തിൽ 7ാമത്തെ ഗർഭമായിട്ട് പ്രവേശിക്കണം. അതിനുശേഷം ആ ഗർഭത്തെ വസുദേവർ തന്നെ മറ്റൊരു പത്നിയായ രോഹിണിയിലേക്ക് മാറ്റണം. അങ്ങനെ ആ രോഹിണിയിൽ എനിക്ക് ജ്യേഷ്ഠനായിട്ട് എൻ്റെ സാക്ഷാൽ സംഘർഷമൂർത്തിയായ ബലരാമൻ ജനിക്കുന്നൊക്കെ പറയാൻ. എന്നവൻ ചിന്ത ചെയ്യുമ്പോൾ പാതാളത്തെത്തി മാനസം അങ്ങുണ്ട് ഗർഭാശന ഗർഭാഭിതദാനവർ. ഈ ആദ്യത്തെ 6 ഗർഭകാലത്ത് വന്ന് പറക്കുന്നത് ഷഡ്ഗർഭന്മാർ അറിയപ്പെടുന്ന ആളുകളാണ്. ഇവരെ പറ്റിയുള്ള കഥയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പണ്ടെന്ത് ചെയ്തു വെച്ചാൽ ഹിരണ്യേശുവിൻ്റെ പുത്രനായിട്ടാണല്ലോ ഈ ഹരിവംശത്തിലെ കാലനേമിയെ കൽപ്പിച്ചത്. ആ കാലനേമിയാണ് ഇപ്പോൾ കംസനായി ജനിച്ചത്. അപ്പോൾ കാലനേമിക്ക് 6 പുത്രന്മാരുണ്ടായിരുന്നു. 6 പുത്രന്മാരെ മുത്തച്ഛനായ ഹിരണ്യേശുവിനെ മാനിക്കാതെ, ഇവിടുത്തെ കഥപ്രകാരം ഹിരണ്യേശ്വരുടെ മുത്തച്ഛനാണ്, അച്ഛൻ്റെ അച്ഛനാണ്, കാലനേമിൻ്റെ അച്ഛനാണല്ലോ. അവർ സാക്ഷാൽ ബ്രഹ്മാവിന് പോയി തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അവധ്യത്വം വധിക്കപ്പെടരുത് എന്നുള്ള വരം വേണമെന്നാണ്. അബദ്ധ്യരാകണം ഞങ്ങൾ ദേവകങ്ങൾക്കഹികൾക്കുമേ ഭഗവാനെ ചാപശസ്ത്ര നേതർഷ്യവരർക്കുമേ. ആയുധം കൊണ്ടോ അല്ലെ ഋഷിമാരെ കൊണ്ടോ ഞങ്ങൾക്ക് മരണം ഉണ്ടാവരുത് എന്ന് ഹിരണ്യേശുവിൻ്റെ ഹിരണ്യേശുവിൻ്റെ പൗത്രന്മാരായ കാലനേമിയുടെ പുത്രന്മാരായ ഈ ഷഡ്ഗർഭന്മാർ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ വരങ്ങളൊക്കെ കൊടുത്തു. എന്താ പറഞ്ഞത്? ബ്രഹ്മാവിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ ചൊന്നതിൽ വണ്ണം ഇതൊക്കെ സിദ്ധമായി വരും എന്ന് പറഞ്ഞു. അതുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഹിരണ്യേശു, ഇതറിഞ്ഞപ്പോൾ ഹിരണ്യേശുവിനെ തീരെ സഹിച്ചില്ല. കാരണം വിഷ്ണുവിനെ നിഷേധിക്കുന്നവനായ ദേവന്മാരെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള തൻ്റെ പൗത്രന്മാരെ ദേവാദേവനായ സമസ്ത ദേവന്മാർക്കും പിതാമഹനായിരിക്കുന്ന ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് വണങ്ങി അദ്ദേഹത്തെ തപസ് ചെയ്തു വരൊക്കെ നേടി തുടങ്ങുമ്പോൾ അയാൾ ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യട്ടെ, നിങ്ങളെൻ്റെ ശത്രുക്കൾ സ്നേഹം പോക്കി വെടിഞ്ഞ് ഞാൻ ശത്രുവട്ടായ നിങ്ങളെ ഷഡ്ഗർഭരെന്ന് നിങ്ങൾക്ക് അച്ഛൻ പേര് വളർത്തിയോ ഗർഭസ്ഥരാൻ നിങ്ങളെ ആ അച്ഛൻ തന്നെ വധിച്ചിടും. ഇങ്ങനെ ജപിച്ചു എന്നാണ് ഇവിടെ ഉള്ളത്. അതായത് നിങ്ങളെ ഷഡ്ഗർഭന്മാരെ കൊണ്ട് പോറ്റിക്കൊണ്ടുവന്ന ആ കാലനേമിയുണ്ട്. ആ കാലനേമി ഇവരെ കംസനായി ജനിക്കും. അതൊന്നും ഇവിടെ വിശദീകരിച്ചിട്ട് ഹിരണ്യേശു പറയുന്നില്ല. ആ അച്ഛൻ തന്നെ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അവരയച്ചതെന്നാണ്. അപ്പോൾ ആ ഷഡ്ഗർഭന്മാരെ ഈ കംസനായി കാലനേമി ജനിച്ചപ്പോൾ കൃഷ്ണൻ്റെ ജ്യേഷ്ഠന്മാരായി ജനിച്ച 6 പേരെയും കംസൻ തന്നെ കൊല്ലുകയും ചെയ്തു. അതാണ് ഇവിടെ കഥ. ഇതൊക്കെ വളരെ വിചിത്രമായ കഥയാണ്. ഭാഗവതത്തിലെ കഥയൊന്നും ഇപ്രകാരമല്ല. അവിടെ പറയുന്നത് മരീചിക്ക് ഊർണ എന്ന പത്നിയിൽ 6 പുത്രന്മാരുണ്ടായി. ബ്രഹ്മാവിൻ്റെ പൗത്രന്മാരാണ്. ബ്രഹ്മാവിന് സരസ്വതിയോട് കാമം തോന്നിയത് പ്രസിദ്ധമായ കഥയുണ്ട്. അങ്ങനെ കാമം തോന്നിയ സമയത്ത് ഈ മക്കളായ ഈ 6 പേരും അദ്ദേഹത്തെ പരിഹസിച്ച മുത്തച്ഛനെ ഒരു ഹാസ്യഭാവത്തിൽ എന്തോ പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പരിഹസിച്ചപ്പോൾ ബ്രഹ്മാവിന് സ്വാഭാവികമായിട്ടും താൻ ചെയ്ത തെറ്റൊക്കെ ആണെങ്കിലും പൗത്രന്മാർ പരിഹസിച്ച് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ദാനവയോനിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. പിന്നീട് അവർ ഹിരണ്യേശുവിൻ്റെ ഭാര്യയുടെ ഗർഭത്തിലുണ്ടായി എന്ന് ഇവിടെയും പറയുന്നുണ്ട്. പക്ഷെ അവിടെയും
ഹിരണ്യേശുവിൻ്റെ മക്കളായി ജനിച്ചു എന്നാണ്, മക്കളായി ജനിച്ചു എന്നല്ല പറയുന്നത്. അങ്ങനെയാണ് അവരെ കഥകളൊക്കെ പറഞ്ഞിട്ട്. അവരാണിപ്പോൾ ദേവകിക്ക് പുത്രന്മാരായി ജനിച്ചെന്നൊക്കെ കൃഷ്ണൻ സ്വതൽ ലോകത്ത് പോയിട്ട് പറയുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി വന്നത് കംസവധത്തിനൊക്കെ വെച്ചിട്ട് വെള്ളക്കാലം കഴിഞ്ഞിട്ട് ഒരിക്കലേ ഏകാന്തതയിലിരിക്കുമ്പോൾ ദേവകി മക്കളോട്, കൃഷ്ണനോട്, രാമനോട് പറഞ്ഞു, നിങ്ങളുടെ ജ്യേഷ്ഠന്മാരായിട്ട് 6 പേര് ഉണ്ടായിരുന്നു, അവരൊക്കെ ഈ കംസൻ കൊന്നതാണ്, അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അമ്മയുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ എന്നിട്ട് സുതലത്തിൽ പോയിട്ട് ഈ കുട്ടികളെ, ഈ ഷഡ്ഗർഭന്മാരെ തിരിച്ചു കൊണ്ടുവന്നു. അവർ ജനിക്കുമ്പോഴെങ്ങനെ ഉണ്ടായിരുന്നു അതേ സ്വരൂപത്തിൽ അമ്മയായ ദേവകി കാണിച്ചു കൊടുത്തു. ദേവകി അവർക്ക് മുല കൊടുത്തു. പിന്നെ അവർ അപ്രത്യക്ഷമായി എന്നൊക്കെ ഭാഗവതത്തിലുണ്ട്. ഇവിടെ അങ്ങനെ നല്ല കഥ പോകുന്നതെന്ന് അർത്ഥം. അതായത് ഇവിടെ പറഞ്ഞെന്താണ്, ഗർഭസ്ഥരാൻ നിങ്ങളെയാ അച്ഛൻ തന്നെ വധിച്ചിടുന്നവർ. ദേവകിക്കുള്ള 6 ഗർഭൻ ഷഡ്ഗർഭന്മാർ മഹാസുരർ ആയിത്തീരും, നിങ്ങളെ കംസൻ ഗർഭസ്ഥര വധിച്ചിടും. ആ ദേവകിയിലെ നിങ്ങൾ ഗർഭാധാനം ചെന്നിട്ട് ദേവകിയുടെ ഗർഭത്തിൽ വീഴും. അവിടെ വെച്ചിട്ട് അഥവാ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ കംസൻ നിങ്ങളെ കൊല്ലുമെന്ന് ഹിരണ്യേശു പറഞ്ഞതാണ്. അന്ന് കംസൻ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അച്ഛൻ തന്നെ കൊല്ലുന്നു. അന്ന് അച്ഛനായിരുന്ന കാലദേവിയാണ് ഇപ്പോഴേ കംസനായി ജനിച്ചത്. ഇതൊക്കെ വിഷ്ണു നിദ്രാദേവിയുടെ അഥവാ മായാദേവിയോട് പറഞ്ഞു. മായയുടെ നാനാരൂപങ്ങളിലൊന്നാണ് നിദ്ര. ആ ദേവിയുടെ പല സ്വരൂപങ്ങളിലൊന്നാണ്. ആ ദേവി മഹാത്മ്യത്തിലൊക്കെ അനേക ശ്ലോകങ്ങളിലായിട്ട് നിദ്രയായതും തന്ത്രിയായതും തീയായതും വിശപ്പായതും ദാഹം ഒക്കെ ദേവി തന്നെയാണെന്ന് പറയല്ലോ. ആ ദേവി സർവഭൂതേഷു എന്ന് തുടങ്ങുന്ന ദീർഘമായ ഭാഗത്ത് കാണാം. അപ്പം നിദ്രാദേവിയാണ് സംസ്ഥിത, നമസ്തസ്മൈ നമസ്തസ്മൈ എന്നൊക്കെ കാണാം. അപ്പം നിദ്രാദേവി മായൻ്റെ ആ ദേവിയുടെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നിദ്രയോട് പറയാണ്, വിഷ്ണു പറഞ്ഞു, നിദ്രയെ ഞാൻ ഏറ്റു ദേവകീ ഭവനാന്തരം ഈ ഷഡ്ഗർഭാസുരശ്രേഷ്ഠ പ്രാണാധീശരവാഹിനി ദേവകി കാർഗർഭത്തിലാക്കിക്കൊള്ളുക യഥാക്രമം. ദേവിയോടാ പറഞ്ഞു നർസം. ഭാഗവത്തുള്ളത് മായാദേവിയോട് യശോദയിൽ ജനിക്കണം എന്ന് പറഞ്ഞായിട്ടുണ്ട്. ഈ 7ാമത്തെ ഗർഭത്തെ രോഹിണിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞതായിട്ടുമുണ്ട്. ഏതായാലും മറ്റ് കഥകൾ നമ്മൾ ഓർമ്മിക്കാതിരിക്കുക നല്ലത്. കാരണം കഥകൾ കുറച്ച് സങ്കീർണമാവും. പക്ഷെ അത് പ്രസിദ്ധമായ കഥയായതുകൊണ്ട് ഒരു സൂചിപ്പിച്ചു നോക്കണം. ഏതായാലും നീ എന്ത് ചെയ്യണം, അങ്ങേഴാം ദേവകീ ഗർഭം സൗമ്യവൻ പൂർവജാംശമേ 7ാം മാസം രോഹിണിയിൽ സംക്രമിപ്പിച്ചു കൊള്ളുക നീ. എന്നിട്ട് എൻ്റെ അംശമായിരിക്കുന്ന സാക്ഷാൽ സംഘർഷമൂർത്തി ദേവകിയിൽ ജനിക്കാൻ പോകുന്നുണ്ട്. അവളെ 7ാം മാസത്തിൽ ആ ഗർഭത്തെ നീ രോഹിണിയിലേക്ക്, വസുദേവരുടെ പത്നിയെ രോഹിണിയിലേക്ക് മാറ്റണം പറഞ്ഞേൽപ്പിച്ചു. ഇങ്ങനെയൊക്കെ വിഷ്ണു ചില നിർദ്ദേശങ്ങളൊക്കെ ചെയ്തു. അതേപോലെ ഈ 6 കുട്ടികളെയും ദേവകി പ്രസവിച്ചു. 6 പേരെയും കംസൻ കൊല്ലുകയും ചെയ്തു. പിന്നീട് 7ാമത്തെ ഗർഭമാകട്ടെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദേവകിക്ക് ഗർഭലക്ഷണങ്ങളൊക്കെ ഇല്ലാതായി. ഗർഭലക്ഷണങ്ങളില്ലാതെ എന്ന രോഹിണിയിൽ ഗർഭലക്ഷണങ്ങളൊക്കെ തെളിഞ്ഞു കണ്ടു. ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു, വിഭ്രമിച്ചു എന്നൊക്കെ പുരാണങ്ങളിലൊക്കെ ഉണ്ട്. വിശ്രംസിതോ ഗർഭം അലസിപ്പോയി. കൃഷ്ണയിരുന്ന മണിപ്രവാളത്തിൽ തിരിച്ചറി ചെയ്യുന്നുണ്ട്, ദേവകി കലശി ഗർഭമെന്ന് അയാൾ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെയാണ് കഥ. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് വിസ്തരിച്ചിട്ടാണ് പറഞ്ഞത്. വിഷ്ണു പറയുന്നുണ്ട്, നീ ദേവകിയിൽ അല്ല യശോദയിൽ ജനിച്ചു കഴിഞ്ഞാൽ 7ാമത്തെ ഗർഭമായിട്ട് ദേവകിയിൽ സാക്ഷാൽ സംഘർഷമൂർത്തിയായിട്ട് ബലരാമൻ ജനിക്കും. ഈ മായാദേവി ആകട്ടെ യശോദയുടെ മകളായി ജനിക്കും. ആ യശോദയുടെ മകളായി ജനിക്കുന്ന നിന്നെ പിന്നീട് ദേവന്മാർ പൂജിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ദിവ്യകുണ്ടല സമ്പൂർണ്ണ കർണഭൂഷണയുള്ളവൾ തിങ്കളോടെ തിരുട്ടിയിടും മുഖം കൊണ്ട് വിളങ്ങിയോൾ വീത്തമ കുടഞ്ചാർത്തും മുടിക്കെട്ടാൽ വിളങ്ങുവോൾ പസ്തുതിക്കും നാഗഭീമ കൈകളാലേ വിളക്കുവോൾ മയിലിന്മയിലുണ്ടായി മയിൽപ്പീരിധ്വയന്തിനാൽ തക്കവണ്ണം വിളങ്ങുന്നോ മിന്നും തോൾവളയാലുമേ. അങ്ങനെയൊക്കെയാണ് ദേവിയെ വർണ്ണിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്തു. നേരത്തെ പറഞ്ഞ 6 ഗർഭത്തിലുണ്ടായ കുട്ടികളെയും 6ാമത്തെ ഗർഭം വരെയുള്ള കുട്ടികളൊക്കെ കംസൻ കൊന്നു. 7ാമതായിട്ട് ദേവകി പ്രസവിച്ചു എന്ന് കേട്ടിട്ട്, അല്ല ദേവി പ്രസവിച്ചില്ല, 7ാമത്തെ ഗർഭം രോഹിണിയിലേക്ക് മാറ്റില്ല. അപ്പോൾ കംസനാകപ്പോൾ ആകുലനായി. കാലമൊക്കെ കഴിഞ്ഞു. 8ാമതായിട്ട് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെ ദേവിയെ ഗർഭാധാനം ചെയ്തു എന്ന് മാത്രം. അതിനിടയ്ക്ക് ഇവിടെ ഒരു അധ്യായം, 3ാമത്തെ അധ്യായത്തിൽ
ഈ ദേവിയെക്കുറിച്ചുള്ള ഗംഭീരമായ സ്തോത്രമുണ്ട്. വിഷ്ണു പറഞ്ഞു ഈ ദേവിയെ ദേവന്മാരെ സ്തുതിക്കും, ആ സ്തുതി വളരെ പ്രധാനമാണ്, അതുകൊണ്ട് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു സ്തുതി ചൊല്ലികൾ ആവശ്യംബാനത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ആര്യാസ്തവം പണ്ട് ഋഷികൾ പറഞ്ഞപടി ചൊല്ലുവൻ. ഈ മായാദേവിയെ പണ്ട് എങ്ങനെയാണ് ഋഷികൾ സ്തുതിച്ചെന്ന് കേൾക്കൂ എന്ന് പറയാൻ. നാരായണീ ത്രിഭുവനേശ്വരി ദേവിക്ക് വന്ദനം, നീ സിദ്ധി ധൃതി നീ കീർത്തി, ശ്രീവിദ്യാ സന്നദ്ധീമതി സന്ധ്യ രാത്രി പ്രഭാനിദ്ര കാളരാത്രിയുമാണ് നീ. അതാണ് ഒട്ടുമുമ്പ് പറഞ്ഞത് ഞാൻ. ഈ ഇങ്ങനെ പല രൂപത്തിൽ അറിയപ്പെടുന്ന ഒരേ ദേവി തന്നെയാണ്. ആ ദേവിയെ സ്തുതിക്കും. ഈ ദേവിയുടെ സ്തുതി വളരെ മംഗളപ്രദമാണ്. ഈ ദേവി സ്തവമോ പുണ്യം ഇതിഹാസ പ്രകൽപ്പിതം ശുചി പ്രേതധിയായി കാലത്ത് ഏറ്റു ജപിക്കുക 3 മാസം കൊണ്ട് കാക്ഷിച്ചിടുന്ന ഫലമേകിടും. 10-20 ശ്ലോകങ്ങളിലാണ് ഈ സ്തുതിയുള്ളത്. അവിടെ ദേവിയുടെ എല്ലാ രൂപങ്ങളെയും സ്തുതിക്കുക. സ്ത്രീകൾക്ക് നീ പാർവതി എന്നോ ദീപൗരാണി കർഷികൾ, ഓരോ ദിക്കിലും ഓരോ കാലത്ത് ഓരോ പേരിൽ ഈ ദേവി അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. 4-ാമത്തെ അധ്യായത്തിലാണ് കൃഷ്ണാവതാരത്തെ വർണ്ണിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഇതേ സമയം തന്നെ ആ മായാദേവി ദേവകിയിലും ഗർഭസ്ഥിതയായി. പക്ഷെ ഇവിടെ രസകരമായിട്ട് പറഞ്ഞത് 2 പേരും ഒരേ ദിവസം ഗർഭം ധരിച്ചു എന്ന് മാത്രമല്ല, പ്രഥമ ഗർഭകാലം തികയാതെ 8-ാമത്തെ മാസത്തിലാണ് ദേവകി കൃഷ്ണനെയും യശോദയും മായാദേവിയും പ്രസവിച്ചത്. ഇതൊന്നും ഭാഗവതാദി പുരാണങ്ങളിൽ കാണില്ല. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? അന്നേ ദിവസമേ ഗർഭം ധരിച്ചത് യശോദയും വിഷ്ണുച്ചുൾപ്പടി നിൽപ്പോളെ വിഷ്ണുദേഹര നിദ്രയെ, ആ സ്ത്രീകൾ ഗർഭം തികയാതെ 8-ാം മാസത്തിൽ വെച്ചുതാൻ യശോദയും ദേവകിയും പ്രസവിച്ചു തുല്യമേ. ഇതൊക്കെ നേരത്തെ ഭഗവാൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ നിദ്രാദേവി, അല്ലയോ മായേ, നിന്റെ കുട്ടി എന്ത് ചെയ്യും? ആ വസുദേവരെടുത്തിട്ട് യശോദ ഈ ദേവകിയുടെ ശയനാകാരത്തിലേക്ക് കൊണ്ടുപോകും, ഞാൻ യശോദയുടെ മകനായിട്ട് എന്ന പോലെ വളരും പറഞ്ഞിട്ടുണ്ട്. ഏത് രാത്രി പിറന്നാനോ കൃഷ്ണൻ വൃഷ്ണികുലോദ്വഹൻ, ആ രാത്രി തന്നെ പെറ്റു കന്യയാളെ യശോദയും. ഇങ്ങനെ ഭഗവാൻ മുമ്പ് നിർദ്ദേശിച്ചതുപോലെ ഒക്കെയാണ് സംഭവം ഉണ്ടായത്. 8-ാമത്തെ മാസത്തിൽ 2 പേരും ഒരേ ദിവസം പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനെ ദേവകി സ്തുതിക്കുകയും ചെയ്തു. ഭാഗവത്തിൽ ദേവകിയും വസുദേവനും വ്യത്യസ്തമായിട്ട് വേറെ സ്തുതിക്കുന്നുണ്ട്. ഇവിടെ അതൊന്നും പറഞ്ഞില്ല. ഇത് സാക്ഷാത് ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തെ സ്തുതിച്ചിട്ട് പറഞ്ഞു, നീ ഇതാണല്ല. ഏതായാലും വിസ്തരിച്ച സ്തുതിയൊന്നുമില്ല. കംസൻ പറഞ്ഞു, ഏതായാലും ഭഗവാൻ പറഞ്ഞു, നീ കാര്യം നിങ്ങൾ കംസനെ കുറിച്ച് ഭയമുള്ളവരാണെങ്കിൽ എന്നെ എടുത്തിട്ട് ആ യശോദ അമ്പാടിയിൽ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ട് എന്നെ എടുത്ത് അവിടെ കൊണ്ടൊക്കെ എടുത്തു, അവിടെയുള്ള കുട്ടിയെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നാൽ ലോകത്ത് അങ്ങനെ വഞ്ചിക്കാൻ നിർത്തും. കംസൻ്റെ ഭടന്മാരൊക്കെ ഒരു മായാനിദ്രയിലായിപ്പോയത് കൊണ്ട് അവരാരും ഈ പ്രസവം നടന്നൊന്നും അറിഞ്ഞില്ല എന്ന് ഭാഗവതത്തിൽ പറയും. അതൊക്കെ അവിടെ വിസ്തരിച്ചു പറഞ്ഞു. ഇവിടെ അത്രയൊന്നും വിസ്തരിച്ചിട്ടില്ലത്. ഏതായാലും ആ അർദ്ധരാത്രിക്ക് വസുദേവർ കൃഷ്ണനെ ഇപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? സാധാരണ ശിശുക്കളെ പോലെ പ്രാകൃത ശിശുവെ പോലെ കിടന്നു. ആ കൃഷ്ണനെ എടുത്തിട്ട് വസുദേവർ യശോദാഗ്രഹത്തിൽ പോയിട്ട് ഈ കുട്ടി അവിടെ കിടത്തി യശോദയുടെ കുട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു. ഇതൊക്കെയാണ് അന്ന് രാത്രി കൊണ്ടുണ്ടായത്. സാധാരണ ഇതിൽ ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ കുട്ടി എടുത്തുകൊണ്ട് പോയാൽ അവിടെയുള്ള ആരെങ്കിലും അറിയേണ്ടതല്ലേ. പക്ഷെ ഭഗവാന്റെ മായമുണ്ട്, ആരും അറിയില്ല എന്നാണ് പറയുന്നത്. ഈ യശോദയ്ക്കായിട്ട് തൻ്റെ കുട്ടിയാണോ പെണ്ണോന്ന് പോലും ആ സമയത്ത് മനസ്സിലായില്ല. ഉണർന്ന് നോക്കിക്കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴേക്കും എന്ത് ചെയ്തു? മനോഹരനായ ഒരു ഉണ്ണിയായിട്ട് സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവിടെ കണ്ടു എന്നാണ്. അതൊക്കെ ഇവിടെ വളരെ കുറച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. അച്ഛനെ സമ്മതിപ്പിച്ചു നന്ദഗേഹം നയിക്കുവാൻ വസുദേവൻ ബാലകനെ തൻ്റെ കയ്യിലെടുത്തുടൻ യശോദാഭവനൻ രാവിൽ കയറി പുത്രവത്സലൻ യശോദ അറിയാതെ താൻ അങ്ങ് വെച്ചിട്ടു ബാലയെ പെൺകുട്ടിയെ ദേവകിയുടെ ഇടപ്പിൽ കൊണ്ടു എന്തുതേ ആ ഗർഭങ്ങളുടെ കൈമാറ്റം ചെയ്തിട്ടു ഭയങ്കരവൻ വസുദേവൻ താൻ കൃതാർത്ഥന ഗേഹം വിട്ടിട്ട് ഇറങ്ങിനാൻ ഉഗ്രസേന ജനനാം കംസേനോടങ്ങാനക ദുന്ദുഭീം. ഇവിടെ പറയുന്നത് ഇങ്ങനെ ദേവകിയുടെ 8-ാമത്തെ പ്രസവം കഴിഞ്ഞു എന്നുള്ള വിവരം വസുദേവർ തന്നെ അവിടെ ചെന്നിട്ട് പറഞ്ഞു എന്നാണ് കംസനോട്. കാരണം അയാൾ നേരത്തെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങേക്ക് ഭയമുള്ള കുട്ടികളൊക്കെ അങ്ങേക്ക് സമർപ്പിച്ചേക്കാം എന്ന് കംസനോട് പറഞ്ഞു എന്നൊക്കെ ഭാഗവതത്തിലുണ്ട്. ഇവിടെ അത് എടുത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ചെയ്തത്.
ഭാഗവത്തിലുള്ളത് ഈ മായാദേവിയെ ഇവിടെ കൊണ്ട് കിടത്തിയപ്പോൾ യശോദ പ്രസവിച്ചത് സാക്ഷാൽ മായാദേവിയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി ഇവിടെ വന്നപ്പോൾ വലിയ ശബ്ദത്തിൽ കരഞ്ഞു. ആ കരച്ചിൽ കേട്ടിട്ടാണ് കാവൽക്കാരൊക്കെ ഉണർന്നു. അവർ ഭയാകുലനായി കാത്തു നിൽക്കുന്ന കംസനെ ചെന്ന് അറിയിച്ചു എന്നൊക്കെയാണ് ഭാഗവത്തിലെ സമ്പ്രദായം. ഏതായാലും ഇവിടെ പറയുന്നത് വസുദേവൻ താൻ കൃതാർത്ഥനാഗേഹം വിട്ടിട്ടിറങ്ങിനാനു രസേന ജനാം കംസനോടങ്ങ് ആനകതുന്തുവി വരവിരണിയായോരാ കന്യയെ ചെന്ന് എല്ലിനാൻ. ആ കന്യ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു നടത്തും. അപ്പോൾ ചിലപ്പോൾ കന്യക ആയതുകൊണ്ട് കൊല്ലില്ല, പെൺകുട്ടിയാണല്ലോ, കൊല്ലാതെ വിട്ടേക്കാൻ കംസൻ അവർ പ്രതീക്ഷിച്ചു. പക്ഷെ കംസൻ ഉടനെ തന്നെ വന്നു. ഉടനെ തരികെന്നായി വാക്കാൽ തർജ്ജ ചെയ്തതേ ദേവിയോട് പറഞ്ഞു. ദേവിക്കറിയാം ഇത് തൻ്റെ കുട്ടിയല്ല, തൻ്റെ കുട്ടിയെ യശോദ ജലത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ അറിയാം. എന്നാലും ലോകബോധ്യത്തിന് വേണ്ടിയിട്ടും എന്ന് മാത്രമല്ല, തൻ്റെ അടുത്ത് വെച്ചൊരു പെൺകുട്ടിയെ വേറൊരാൾ കുട്ടിയാണ് വധിക്കുന്നതിൻ്റെ സങ്കടമില്ല. അതുകൊണ്ട് അവള് ദീനദീനമായിട്ട് കരയൊക്കെ ചെയ്തു. ഭാഗവത്തിലൊക്കെ വളരെ ഹൃദയമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. യാചിച്ചു എന്നാണ്, ദീനദീനമായിട്ട് യാചിച്ചു എന്ന് പറയുന്നത്. അവളത് ചുരുക്കിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞു, പരന്തൊണ്ട വിറച്ചും കൊണ്ടോതി മാഴുകുന്ന ദേവകി മകളാണ് ഈ കുട്ടിയെന്നു കംസനോടങ്ങില്ലെന്നുമേ. ഇത് പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടിയെങ്കിലും നീ കൊല്ലാതിരിക്കണേ, ബാക്കി കുട്ടികളൊക്കെ നീ കൊന്നു. അങ്കേ മാം ചരമാം പ്രജാം എന്നൊക്കെയുണ്ട് ഭാഗവത്തിൽ. ചിലപ്പോൾ എൻ്റെ അവസാനത്തെ പ്രസവമായി എന്ന് വരാം. നീ പോലെ ജനിക്കുന്ന 6 കുട്ടികളെയാണ് നീ കൊന്നു കളഞ്ഞത്, അതുകൊണ്ട് ഇവരെങ്കിലും വിട്ടുതരൂ. അത് വളരെ രസകരമായിട്ടാണ് ഭാഗവത്തിൽ വേറൊരു തമാശ ഉള്ളത്. ഈ ജനിച്ച ഉടനെയുള്ള കുട്ടിയെക്കുറിച്ച് ദേവകി പറയുന്നത്, നിന്റെ മകന് ഭാര്യയാക്കാൻ പറ്റുന്നവളാണ് ഇവള് എന്നുകൂടി പറയുന്നുണ്ട്. സൃഷേ എന്ന കല്യാണ പറയുന്നുണ്ട്. സൃഷ എന്നിട്ട് പുത്രഭാര്യൻ. കുട്ടി ജനിച്ചിട്ടേ ഉള്ളൂ. ഈ കുട്ടി വലുതായി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നിന്റെ മകന് ഭാര്യയാക്കുക പോലും ചെയ്യാവുന്നുണ്ട്. അങ്ങനത്തെ കുട്ടിയാണ് നീ, അതുകൊണ്ട് ഇവിടെ കൊല്ലരുതേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ കംസൻ അച്ഛിച്ചിതേ കലനായിരിക്കുന്ന കംസൻ ദേവകിയിൽ നിന്ന് ബലാക്കാരാണ് കുട്ടിയെ പിടിച്ച് വാങ്ങിയിട്ട് മേലോട്ട് ഉയർത്തിയിട്ട് കാല് പിടിച്ച് മേലോട്ട് ഉയർത്തി പാറയിലടിച്ച് കൊല്ലുകയാണ് മുമ്പ് ചെയ്തത്. അതേപോലെ ഇപ്പം ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ദേവി കയ്യിൽ നിന്ന് വഴുതിയിട്ട് ആകാശമൊക്കെ ഉയർന്നു പോവുക ചെയ്തു. ചെറിയ കുട്ടിയായിട്ടാണ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഉയർന്നു വാങ്ങിയപ്പോൾ സാക്ഷാൽ ദേവിയായിട്ട് 16 കൈകളോട് കൂടിയിട്ട് സായുധാഷ്ടമഹാഭുജ എന്ന് പറഞ്ഞിട്ട് 8 കൈകളുടെ ആയുധങ്ങളോടുകൂടി ദേവന്മാരും ഗന്ധർവന്മാരൊക്കെ സ്തുതിക്കുന്ന രീതിയിൽ കംസൻ കണ്ടു എന്നാണ്. അതൊക്കെ വലിയ കുറച്ച് വ്യത്യാസത്തോടെയാണ് ഇവിടെ പറഞ്ഞതാണ്. പ്രഭോഭവാൻ കൊന്നിതൻ്റെ നല്ല ഗർഭങ്ങളേഴഹോ, ഇവൾ പെൺകുട്ടി കഥ താൻ നോക്കൂ സമ്മതമെങ്കിലോ എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ അതൊന്നും ഉണ്ടാക്കാതെ കംസൻ ആകർഷിച്ചു, രസത്തോടും പിടിച്ചു വലിച്ചു എന്നാണ്. ആകർഷിക്കാത്ത മനസ്സിനെ പിടിച്ചു വലിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പല വസ്തുക്കളെയും അത് ആകർഷകമാണെന്ന് പറയുന്നത്. ആകർഷിച്ചു നിർത്തും. പേരോടെ കഥ ഈ കന്യ എന്നോ ദിഷ്ടവൃഥാമതി, പ്രസവിച്ചോട് ഓടി തന്നെ ഇവളുടെ മരണവും കഴിയണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വാങ്ങി അടിച്ചു കൊല്ലാൻ നോക്കി, കഴിയുന്നത് ഉയർന്നുപോയി. കല്ലിൽ തട്ടുന്ന വഴി കുടഞ്ഞിട്ട് അടികൊള്ളാതെ ഉയർന്നുടൻ ഗർഭദേഹം വിട്ടുടനെ മുടിക്കെട്ടു ഒഴിഞ്ഞവൾ കംസനോട് അരുളിപ്പോയി ദിവ്യമല്യാനുലായവയാൾ ഹാരം മേലൊക്കെ അണിവോൾ മുടിച്ചാർത്താൽ വിളങ്ങുവോൾ. ഈ സ്വരൂപമായിട്ട് വലിയ സ്വരൂപമായിട്ട് കണ്ടു. അവള് വസ്ത്രാഭരണങ്ങളോട് കൂടിയിട്ട് കുറേ ശ്ലോകങ്ങൾ വർണ്ണിക്കുകയാണ്. നിത്യവും കന്യയായിരുന്നു ദിവി ദേവകൾ വളർത്തുവോൾ നീലമഞ്ഞ പട്ടുടുത്തോൾ ഗജകുംഭ നിഭസ്ഥനി. ആനയുടെ മസ്തകം പോലുള്ളതായ സ്ഥലങ്ങളോടുകൂടി അവളായിരുന്നു. പയോധന സ്ഥലം കൊണ്ടാൽ കാറൊക്കും സന്ധ്യ പോലവേ നൃത്തം വെച്ചും ചിരിച്ചുണ്ടാൻ വിപരീതാൽ വിളങ്ങുവോൾ ആകാശത്തുയരുൻ്റെ ഉദ്ര നല്ല പാനം കുടിഞ്ഞുവേ മന്ദഹാസം ഹരിച്ചോതി കംസനോട് ചുടിച്ചുടൻ ഒക്കെയായിട്ട് പറഞ്ഞു. കംസനോട് അവിടുന്ന് പറഞ്ഞു, എടോ വിഡ്ഢി, എന്നെ കൊന്നുകൊണ്ട് എന്താണ് കാര്യം, നിന്റെ അന്തകൻ ഇപ്പോഴും ഭൂമിയിൽ തന്നെ ഉണ്ടെന്നാണ്. ഇതൊക്കെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം. മണിപ്രവാളത്തിൽ നമ്പ്യാർ എഴുതുന്നുണ്ട്, പിന്നെ നീ വലിയ ബുദ്ധിമാനാണെന്നൊക്കെ ഭാവിക്കുന്നുണ്ടല്ലോ, നിന്റെ അന്തകൻ ഭൂമി തന്നെ പിറന്നു, നിവേന സർവത്ത തിരഞ്ഞുകൊള്ളുക, വേഗത്തിലേക്ക് പോയി അന്വേഷിച്ചു എന്നെ കൊന്നുകൊണ്ട് എന്താ കാര്യം ഒക്കെ ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. എടോ വിഡ്ഢി, എന്നെ കൊന്നിട്ട് എന്താണ്, നിന്റെ അന്തകൻ ഇപ്പോഴും ഭൂമിയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കംസന്റെ ആ ഉത്കണ്ഠയെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇവിടെയും പറയുന്നതാണ്, കംസ കടന്നെന്നെ തച്ചല്ലോ നീ നശിക്കുവാൻ പൂക്കോടമർത്തു ശിലയിലിട്ട് ഉടച്ചതുമില്ലയോ നിൻ ചാക്കുകാലത്ത് അരിയിട്ടഴിച്ചിടുന്ന ചാക്കിട്ട് മരണം നടത്തും. നിന്റെ മരണകാലമാണ്, അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. നീ എന്നെ കൊല്ലാൻ നിനക്ക് സാധിക്കില്ല, ഇനി കൊന്നാൽ തന്നെ പ്രയോജനമൊന്നുമില്ല, നിന്റെ
ശത്രു ഈ ലോകത്തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തിട്ടാണ് വയ്ക്കുക. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കംസനാകപ്പാടെ കുറച്ച് വിഷമായി. കാരണം ചെയ്തതൊക്കെ വെറുതെ ആയി തീർന്നു. 6 കുട്ടികൾ ആദ്യം കൊന്നു, 7ാമത്തെ കുട്ടിയെ കൊല്ലാൻ സാധിച്ചില്ല. അത് ഗർഭം പക്ഷിച്ച് രോഹിണിയിലേക്ക് മാറിയല്ലോ. 8ാമത്തത് കന്യകയാണ്. പെണ്ണാണെങ്കിലും എങ്ങനെ വിശ്വസിക്കും വെച്ചിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചത്, സാധിച്ചതുമില്ല. പാപ്പാടെ തൽക്കാലത്തെ ഒരു പശ്ചാത്താപമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് കംസൻ ദേവകിയുടെയും വസുദേവരൊക്കെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ക്ഷമിക്കണം, ക്ഷമസ്വം ഔരാജ്യം എന്നൊക്കെ ഭാഗവത്തിൽ കാണാം. എൻ്റെ ഈ ദുഷ്പ്രവർത്തികളെ ക്ഷമിക്കണം, യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കാരണക്കാരൻ ഞാനല്ല, ദൈവം തന്നെയാണെന്ന് പറഞ്ഞു. വിധിയാണെന്ന് പറയാൻ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നാ പറഞ്ഞത്. വളരെ രസകരമായ ന്യായം പറയുന്നത് മണിപ്രവാളത്തെ കുഞ്ഞിനും പേര് എഴുതുന്നില്ല, ജനയ്ക്ക് മുമ്പേ മരണം വരിഷ്ടം എന്നാണ്. ഏതായാലും ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കുമല്ലോ, നിങ്ങളെ കുട്ടികൾ ആരായാലും മരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ കാലം ജീവിച്ച് ജരാതരകളൊക്കെ വന്ന് ശരീരത്തിന് ക്ഷീണം പിടിച്ച് മരിക്കുന്നതിനൊക്കെ ഭേദം എന്താണ്? ജരയ്ക്ക് മുമ്പേ മരണം വരിഷ്ടം. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടത്, എന്തായാലും മരിക്കും. പിന്നെ ഇത് വളരെ കഷ്ടപ്പെടാണ്ട് കഴിഞ്ഞല്ലോ ഈ കുട്ടികളെ കാര്യം എന്നാണ്. തന്നെ കൃഷ്ണൻ കൊല്ലുമെന്ന് ഭയന്നിട്ട് 19 വയസ്സ് കഴിഞ്ഞ ഈ കംസൻ ഭയപ്പെടുക. അങ്ങനത്തെ ആളാണ് ഈ ന്യായം പറയുന്നത്. കുട്ടികൾ വേഗം മരിച്ചത് ഭാഗ്യമാണെന്നാകരുതുണ്ടെന്ന്. എന്നാൽ തൻ്റെ മരുമകൻ തന്നെ കൊല്ലുമെങ്കിൽ അതും ഭാഗ്യം തന്നെ വിചാരിച്ചാൽ പോരെ. അപ്പം ഇതാണ് ദുഷ്ടന്മാരുടെ സ്വഭാവം അർത്ഥം. തത്വചിന്തകളും വേദാന്തമൊക്കെ പറയും, വേറെ സ്വന്തം കാര്യം വരും ഇതൊക്കെ മറക്കും നിർത്താം. അല്ലെങ്കിൽ ജനിച്ച ഉടനെയുള്ള മക്കളെ അച്ഛനന്മാരുടെ മുമ്പാകെ കൊന്നൊരാളാണ് പറയുന്നത്, നിങ്ങൾക്ക് വിഷമം തോന്നുന്നതില്ല, കാരണം ജനിച്ചാൽ മരിക്കാതിരിക്കില്ലല്ലോ. ചിലരുടനെ കർമ്മണ മരിക്കും എന്നൊക്കെ സ്ഥിതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് യശോദയോട് ദേവകിയോട് പറഞ്ഞു, ദുഃഖമൊന്നും തോന്നരുത്, ഇതൊന്നും ഞാനല്ല യഥാർത്ഥ കാരണം, വിധിയാണ് കാരണം. ദേവന്മാരുടെ കളി തന്നെയാണ് ഇതൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരില്ലല്ലോ എന്നുകൊണ്ട് സമാധാനിപ്പിക്കണം. കൊന്നു കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് കംസനോടിപ്പോൾ വിപരീതം പറഞ്ഞുകൊണ്ടോ ശകാരിച്ചുകൊണ്ടോ ദേഷിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല. ഭാഗവത്തിന് കാണാം, ഈ വസുദേവര് നിസ്സഹായനായ വീട്ടിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞൊക്കെ ശരിയാന്ന് പറഞ്ഞു. അവിടെയും കാണാം ദേവകി പറഞ്ഞു, അല്ലയോ കംസ, നിന്റെ വീട്ടല്ല, ഇതൊക്കെ വിധി തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പറഞ്ഞ് തൽക്കാലം കംസനെ സമാധാനിപ്പിക്കുകയും ചെയ്തു. കംസൻ ഈ അത്ഭുതങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ആ പാടെ പരിഭ്രമിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് 4-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ. ഇനി അതിനുശേഷം കൃഷ്ണനെ നശിപ്പിക്കാൻ വേണ്ടി കംസൻ അനേകം ആളുകളെ പല പേരുകളിൽ പല രൂപങ്ങളിൽ അയക്കുന്നതും അവരൊക്കെ കൃഷ്ണൻ സമർത്ഥമായി വധിക്കുന്നതും കഥകളൊക്കെയാണ്. അടുത്ത തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.